ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP സിലബസിലെ ഫസ്റ്റ് സെമസ്റ്റർ ഹിന്ദിയെ പറ്റിയാണ്. ആദ്യം തന്നെ AEC എന്നതിൻ്റെ അർത്ഥം നോക്കാം. AEC എന്നതിൻ്റെ അർത്ഥം എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്നതാണ്. നമ്മൾ ഈ വീഡിയോയിൽ സ്പെസിഫിക്കായി BA ഓണേഴ്സ് എടുത്തിട്ടുള്ള കുട്ടികളുടെ AEC 2 ഹിന്ദിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റിന്റെ പേര് ഹിന്ദി ഭാഷാ में संचार और रचनात्मक लेखन का विकास भाग 1 എന്നതാണ്. AEC 2 ഹിന്ദിയുടെ സിലബസ് മെയിൻലി 5 മൊഡ്യൂളായാണ് തിരിച്ചിരിക്കുന്നത്. ലിസണിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്, സ്പീക്കിംഗ് ആൻഡ് റീഡിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ്, ക്രിയേറ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ, ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ, ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നിവയാണവ. ഫസ്റ്റ് മൊഡ്യൂൾ ലിസണിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ 4 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, മെമ്പേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, രാജ്ഭാഷ ആർട്ടിക്കിൾസ്, ലാംഗ്വേജ് പോളിസി, മുൻഷി അയ്യങ്കാർ ഫോർമുല. സെക്കൻഡ് ചാപ്റ്റർ സ്ക്രീനിംഗ് ഓർ വ്യൂയിങ് ഓഫ് സംവിധാൻ എപ്പിസോഡ് 7. Third chapter general introduction of Premchand, his literary works and general introduction about the work Namakka Daruka. Fourth chapter screening or viewing of Namakka Daruka. ഇതിൽ സംവിധാൻ എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അർത്ഥം. നമുക്ക് ഈ മൊഡ്യൂളിൽ കൊടുത്തിരിക്കുന്ന സംവിധാൻ എന്ന് പറയുന്നത് സംവിധാൻ ദ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന 10 പാർട്ട് ടെലിവിഷൻ മിനി സീരീസിനെ പറ്റിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങിനെ ബേസ് ചെയ്ത ഈ സീരീസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ശ്യാം ബംഗാളാണ്. ഹിന്ദി പഠിച്ചിട്ടുള്ള ഒരുവിധം എല്ലാവരും അറിയുന്ന പ്രസിദ്ധമായ പേരാണ് മുൻഷി പ്രേംചന്ദ് ജിയുടേത്. അദ്ദേഹത്തിൻ്റെ നമക്ക ദാരോഗയെ ആസ്പദമാക്കിയാണ് നമുക്ക് 3rd ഉം 4th ഉം ചാപ്റ്റേഴ്സ് ഈ മൊഡ്യൂളിൽ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ മൊഡ്യൂൾ സ്പീക്കിംഗ് ആൻഡ് റീഡിംഗ് എന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ 3 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു പ്രേംചന്ദ്, ഹിസ് ലിറ്റററി വർക്ക്സ്, ഹിസ് റോൾ ഇൻ ഹിന്ദി ലിറ്ററേച്ചർ, അബൌട്ട് ഷോർട്ട് സ്റ്റോറി പഞ്ച് പരമേശ്വർ, പ്ലോട്ട്, ക്യാരക്ടേഴ്സ്, റെലവൻസ് എക്സെട്ര. അടുത്തതായി റീഡിംഗ് പഞ്ച് പരമേശ്വർ, പ്ലേ അഡാപ്റ്റേഷൻ, പ്രേംചന്ദ് കെ കഹാനിയോം കെ നാട്യരൂപാന്തരൻ ബൈ ചിത്ര മുദ്ഗൽ. അതായത് ഈ മൊഡ്യൂൾ മുഖ്യമായി പ്രേംചന്ദ് ജിയെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സാഹിത്യരചന, ഹിന്ദി സാഹിത്യ ലോകത്തിലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പഞ്ചപരമേശ്വർ എന്ന ഷോർട്ട് സ്റ്റോറിയും ചിത്ര മുദ്ഗൽ ചെയ്ത ആ ഷോർട്ട് സ്റ്റോറിയുടെ നാട്യരൂപാന്തരണത്തെ പറ്റിയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതായി 3rd മൊഡ്യൂൾ റീഡിംഗ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ്. ഇതിനുള്ളിൽ 5 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. പർദേശി, സ്കൂൾ, പ്രഥം രശ്മി, കവിത കി ജറൂരത്ത്, മെയ് ദൂങ്ക മാക്കുൽ ജവാബ് എന്നിവയാണവ. പർദേശി, സ്കൂൾ എന്നീ 2 ചാപ്റ്റേഴ്സ് കഹാനികളും ബാക്കി വരുന്ന 3 ചാപ്റ്റേഴ്സ് കവിതകളുമായാണ് തിരിച്ചിരിക്കുന്നത്. ഇനി 4ാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കുമ്പോൾ ക്രിയേറ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ എന്നാണ് വരുന്നത്. ഇതിനുള്ളിൽ നമ്മൾക്ക് ഗ്രാമർ പോർഷൻസ് ആണ് പഠിക്കാനുള്ളത്. സെൻറ്റൻസ് സ്ട്രക്ചർ, സഖ്യ, സർവനാം, വിശേഷൻ, കർത്ത, കർമ്മ, ക്രിയ, സെൻറ്റൻസ് കറക്ഷൻ, സെൻറ്റൻസ് ട്രാൻസ്ലേഷൻ, കോൺവെർസേഷൻ റൈറ്റിംഗ്, പ്രസി റൈറ്റിംഗ് എന്നിവ ഈ മൊഡ്യൂളിൽ ഉൾക്കൊള്ളുന്നു. ഇനി 5ാമത്തെ ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നതാണ്. ഓപ്പൺ എൻഡഡ് മൊഡ്യൂളിൽ നിന്ന് നമുക്ക് സാധാരണയായി എക്സാമിന് ചോദ്യങ്ങൾ വരാറില്ല. ഇത് നമുക്കൊരു എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി പോലെയാണ് വരുന്നത് എന്ന് കണക്കാക്കാം. എന്നാൽ ഇന്റേണൽ മാർക്കിന് ഈ മൊഡ്യൂളിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇനി ഈ സ്ലൈഡിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നോക്കിയാൽ കാണാം ഒരുപാട് എക്സ്ട്രാ ചാപ്റ്റേഴ്സ് കിടക്കുന്നുണ്ട്. ഇതെല്ലാം അടങ്ങുന്നതായിരുന്നു നമ്മളുടെ ആദ്യത്തെ സിലബസ്. എന്നാൽ സിലബസ് റിവിഷൻ വഴി അതിൽ നിന്നും ഒരുപാട് ഭാഗങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ മാറ്റം വരുത്തിയ സിലബസിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് BA ഓണേഴ്സ് എടുത്ത കുട്ടികൾക്ക് വരുന്ന ഫസ്റ്റ് സെമസ്റ്ററിലെ ഹിന്ദിയെ പറ്റിയാണ്. എല്ലാവർക്കും നമ്മളുടെ സിലബസിനെ പറ്റി ഒരു ധാരണ വന്നിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.